20 വയസ്സ് 22 വയസ്സുള്ള കുട്ടികളിൽ വരെ ഫാറ്റി ലിവറും വൃക്കയും ബാധിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്കാണെങ്കിൽ ഇപ്പോൾ 18 വയസ്സുള്ള കുട്ടികൾ മുതൽ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. 50 വയസ്സൊക്കെ വരെ ഉള്ള ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒരു 50% പേർക്കും ഡിപ്രഷൻ, ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുകയും വീട്ടിൽ ദേഷ്യപ്പെടുകയും ആ ഒരു ഫാമിലി റിലേഷൻസ് സ്ട്രെയിൻഡ് ആവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരും. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു, ലിവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം വരുന്ന ഫാറ്റി ലിവർ, സിറോസിസ് ഒന്നും മദ്യം കൊണ്ടല്ലാതെ കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. 50 വയസ്സാകുമ്പോൾ ഇപ്പോൾ കണ്ണിനെ ബാധിക്കുന്നുണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി. കേരളത്തിൽ ഒരു ദിവസം 100-ൽ കൂടുതൽ ആളുകളുടെ കാല് മുറിക്കുന്നുണ്ട്. കാല് മുറിച്ചു കഴിഞ്ഞാൽ, മുട്ടിന് താഴെ കാല് മുറിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മാക്സിമം ലൈഫ് എക്സ്പെക്റ്റൻസി 1 ഇയർ ആണ്. അനുസരിച്ച് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കുടുംബത്തിൽ എന്തായാലും 2-3 ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ഉണ്ട്. ഒരു സാധാരണ അസുഖമായി മാറി. ഒരു 30 വയസ്സ് 35 വയസ്സ് 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഡയബറ്റീസ് ഇല്ലാത്തവർ ഇപ്പോൾ ചുരുക്കം എന്ന രീതിയിലേക്ക് മാറുകയാണ്. പലർക്കും ഇതിൻ്റെ ഒരു ഭീകരത എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഡയബറ്റീസ് വരുന്നു. ആദ്യഘട്ടം എന്നുകൊണ്ട് ചായയിലെ മധുരം ഒഴിവാക്കുന്നു, പിന്നീട് അരി ആഹാരം മാറ്റുന്നു, ചില മരുന്നുകളൊക്കെ വാങ്ങി കഴിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഡയബറ്റീസ് എന്ന് പറയുന്ന ഈ അസുഖം ഈ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്? എല്ലാ സാമൂഹികവും വ്യക്തിപരവും ദാമ്പത്യപരവും ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുടുംബപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ ഡയബറ്റീസ് ബാധിക്കുന്നത്? അതായത് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആണ് എൻ്റെ ഫാദറിന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ രാവിലെ എല്ലാ ദിവസവും അമ്മ പാവയ്ക്ക ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കുറച്ച് നടക്കാൻ പോവും, മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുമായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ ഫാദറിന് കോംപ്ലിക്കേഷൻസ് വന്നു. അന്ന് ബ്രെയിൻ കോംപ്ലിക്കേഷനൊക്കെ വന്ന് സർജറിയൊക്കെ ചെയ്തു. എന്നിട്ടും വലിയ പാടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടും നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു, ടെൻഷൻ അനുഭവിച്ചു. അപ്പോൾ അന്ന് എന്ന് പറയുന്നത് ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞിട്ട് ഡയബറ്റീസിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുള്ളൂ. അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അടുത്ത തലമുറയായപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു 35 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡയബറ്റീസ് വന്നു. അതുപോലെ ഇന്നത്തെ തലമുറയ്ക്കാണെങ്കിൽ ഇപ്പോൾ 18 വയസ്സുള്ള കുട്ടികൾ മുതൽ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഡയബറ്റീസ്. അപ്പോൾ ഇവരുടെ കുട്ടികളാകുമ്പോൾ ഇവരുടെ പഠിത്തം, ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവരെ ബാധിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി 25 വയസ്സ്, കല്യാണം കഴിഞ്ഞു, 5 വയസ്സുള്ള കുട്ടിയുണ്ട്. കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നഷ്ടപ്പെട്ടു, കാല് ഭയങ്കര വേദനയാണ്, അതിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മെഡിക്കൽ ഫീൽഡിലുള്ള കുട്ടിയാണ്. അപ്പോൾ 2 പേര് ജോലി ചെയ്താലേ ഇക്കാലത്ത് ഒരു കുടുംബം മുന്നോട്ട് പോവുള്ളൂ. അതൊന്ന്. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അവർക്ക് നോക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് അല്ലെങ്കിൽ ആഹാരം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരിക. അപ്പം അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറൊന്നുള്ളത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 50 വയസ്സൊക്കെ വരെ ഉള്ള ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒരു 50% പേർക്കും ഡിപ്രഷൻ ഉണ്ട്. ഇവരെല്ലാം കുറേ പേരൊക്കെ ഏതെങ്കിലും മരുന്നൊക്കെ ഡോക്ടറെ അടുത്ത് പോയി കഴിക്കും, ചിലർ അതൊന്നും കഴിക്കില്ല. ഇവർക്ക് വിഡ്രോവൽ സിംറ്റംസ് വരും, ഇവർക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുകയും വീട്ടിൽ ദേഷ്യപ്പെടുകയും ആ ഒരു ഫാമിലി റിലേഷൻസ് സ്ട്രെയിൻഡ് ആവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരും കുട്ടികളുടെ അടുത്താണെങ്കിലും ഒക്കെ. കാരണം ഇവർക്ക് പെയിനാണ്, ബോഡി പെയിനാണ്, ഇവരുദ്ദേശിക്കുന്നിടത്ത് ഇവരുടെ ശരീരം എത്തുന്നില്ല. അപ്പം പെട്ടെന്ന് ക്ഷീണം വരിക, ഇവർക്ക് രാത്രി ഇവിടെ വരുന്ന മിക്കവർക്കും 4-5 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ എഴുന്നേക്കും. അപ്പോൾ ഉറക്കത്തെ ബാധിക്കും, അത് അവരുടെ ജോലിയിൽ ഔട്ട്പുട്ടിനെ ബാധിക്കും. ഓഫീസിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, പ്രഷർ, ഇതെല്ലാം നേരെ വീട്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നാച്ചുറലി അത് ആ കുടുംബാന്തരീക്ഷം തന്നെ കലുഷിതമാകും. അതൊന്ന്. പിന്നെ ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുമ്പൊക്കെ എൻ്റെ ഫാദറിനൊക്കെ 60 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നത്.
പക്ഷേ ഇന്നിപ്പം കാണുന്ന 20 വയസ്സ് 22 വയസ്സുള്ള കുട്ടികളിൽ വരെ ഫാറ്റി ലിവറും വൃക്കയും ബാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അതായത് കേരളത്തിൽ ഈ ലിവർ മാറ്റിവെച്ച ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിലെ ട്രിവാൻഡ്രം ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ്സിലാണ് ഞാൻ പോയത്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു. ലിവർ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ലിവർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയോട് കൂടി തീരുന്നില്ല. അവർക്ക് ആജീവാനന്ദ മരുന്നുകൾ കഴിക്കേണ്ടി വരും. ഈ കരൾ മാറ്റിവെക്കാനുള്ള പ്രധാന കാരണം മേജർ കാരണം ഡയബറ്റീസ് ആണ്. മദ്യത്തെക്കാൾ വലിയ കാരണം. മദ്യത്തെക്കാൾ വളരെ. കാരണം ഇപ്പം വരുന്ന ഫാറ്റി ലിവർ, സിറോസിസ് ഒന്നും മദ്യം കൊണ്ടല്ല അധികം, കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഈ മെറ്റബോളിസത്തിന്റെ തകരാറ് കൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. മദ്യപിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ലൈഫ് സ്റ്റൈൽ കാരണം തന്നെയാണ് ഈ സിറോസിസ്. ഡയബറ്റീസ് ഉള്ളവർക്കും വരുന്നുണ്ട്, ഡയബറ്റീസ് ഇല്ലാത്തവർക്കും സിറോസിസ് വരുന്നുണ്ട്. പക്ഷേ ഡയബറ്റീസ് ഉള്ളവരിൽ കൂടുതൽ കാണുന്നുണ്ട്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റിന് 50 ലക്ഷം രൂപ വേണം. അതെ. പിന്നെ ആജീവാനന്ദ മരുന്ന് കഴിക്കണം. മാസം 10-12,000 രൂപ. ഡോണറെ കണ്ടെത്തണം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. കണ്ണ് 50 വയസ്സാകുമ്പോൾ ഇപ്പോൾ കണ്ണിനെ ബാധിക്കുന്നുണ്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി. പിന്നീടുള്ള അവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടാണ്. ട്രീറ്റ്മെൻറ്റുകൾ വളരെ എക്സ്പെൻസീവാണ്. പിന്നെ ഉള്ളത് വൃക്കയെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, നമ്മൾ ആരും ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം, കേരളത്തിൽ ഒരു ദിവസം 100-ൽ കൂടുതൽ ആളുകളുടെ കാല് മുറിക്കുന്നുണ്ട് പെർ ഡേ ഡ്യൂ ടു ഡയബറ്റീസ്. നമ്മൾ പല ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് കാല് മുറിച്ചും കൈ മുറിക്കാറും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് ഷുഗർ. കാല് മുറിച്ചു കഴിഞ്ഞാൽ, മുട്ടിന് താഴെ കാല് മുറിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മാക്സിമം ലൈഫ് എക്സ്പെക്ടിങ് 1 year ആണ്. വലിച്ചു നീട്ടിയ 3-4 ഡയബറ്റീസ് കാരണം. ഡയബറ്റീസ് ഉള്ളവരുടെ കാര്യം. വേറെ നിവൃത്തിയില്ല. 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അയാൾ ഒന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കൊണ്ട് മരിക്കും. ഓക്കെ. മദ്യപാനം ഒന്നും അല്ല ജീവിതത്തിലെ വലിയ വില്ലൻ. അല്ല, ഇത് തന്നെയാണ്. അപ്പം ഇത് നമ്മൾ മാറ്റാവുന്ന രോഗമാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം. തുടച്ചു നീക്കാൻ പറ്റുമോ? തുടച്ചു നീക്കാൻ പറ്റും. എൻ്റെ ഡയബറ്റീസ് ഞാൻ തുടച്ചു നീക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. കാരണം ഞാനിപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കും, മധുരം ഉൾപ്പെടെ സകല ഭക്ഷണവും കഴിക്കും. എനിക്ക് ഡയബറ്റീസ് ഇല്ല, ഷുഗർ പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല, ഹാർട്ടിന് പ്രോബ്ലം ഇല്ല. എനിക്ക് ഇപ്പോൾ 56 വയസ്സായി, ഒരു പ്രോബ്ലവും ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഹിമാലയത്തിലൊക്കെ പോയി ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്നതാണ്. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആഹാരം ശ്രദ്ധിക്കണം. നമ്മൾ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ആളുകളുടെ പൈസ ഇല്ല. ഇന്ന് നമ്മുടെ ഇഷ്ടം പോലെ പൈസയാണ്, ഭക്ഷണം ഇഷ്ടം പോലെയുണ്ട്. റോഡിലോട്ട് ഇറങ്ങിയ ഭക്ഷണമാണ്. പണ്ടൊക്കെ ഹോട്ടൽസ് വളരെ അപൂർവമാണ്. അപ്പോൾ ഇപ്പം ഭക്ഷണം വീട്ടിലിരുന്ന് മൊബൈലിൽ അടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വീട്ടിൽ വരും. അപ്പോൾ നമ്മൾ വിശപ്പില്ലെങ്കിലും ഭക്ഷണം കഴിക്കും. ഇതാണ് പ്രധാന കാരണം. വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കും. രാത്രിയാകുമ്പോൾ വിശക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം പ്രോപ്പറായിട്ട് ദഹിക്കാത്തത് കൊണ്ടും അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അത് വിശക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു 60-70% അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യുകയും മെറ്റബോളൈസ് നടക്കുകയും അതിൽ നിന്ന് നമുക്ക് ഒരു 10-60% എനർജിയെങ്കിലും കിട്ടുകയും ചെയ്താൽ നമുക്ക് വിശക്കത്തില്ല. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരിൽ ഒരു 20% അതിൽ നിന്ന് ഊർജ്ജം കിട്ടത്തുള്ളവർക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ. അപ്പോഴാണ് അവർക്ക് വീണ്ടും വീണ്ടും വിശക്കുന്നത്. അപ്പോൾ ഈ ബാക്കി വരുന്ന ഭക്ഷണം എന്താവുന്നു? ബാക്കി വരുന്ന ഗ്ലൂക്കോസ് എന്താവുന്നു? അത് ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ പലയിടങ്ങളിലും, കരളിൽ, പാൻക്രിയാസിൽ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലൊക്കെ അടിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പറയപ്പെടുന്ന ഇത്രയും വലിയൊരു വില്ലനായിട്ടുള്ള, എന്നാൽ നമ്മളൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ നിസ്സാരക്കൻ എന്ന് കരുതുന്ന ഡയബറ്റീസ് എന്ന് പറയുന്ന ഡിസീസിനെ പൂർണ്ണമായി ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ പറ്റുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നേരത്തെ നിങ്ങൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തിനകത്ത് തന്നെ ഇത് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിനുശേഷം പാടാൻ. അതിനുശേഷം ഞാൻ ഒരു ഉറപ്പും കൊടുക്കത്തില്ല. പക്ഷെ ചിലർക്ക് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് 60 വയസ്സ് കഴിഞ്ഞ് 100% ഉറപ്പാണ്. കോൺഫിഡൻ്റ് ആണ്. നമ്മുടെ ഇതിനു മുമ്പ് നേരത്തെ എക്സ്പീരിയൻസ് ഇതുപോലെ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ചിലരുണ്ട് 60 വയസ്സായിട്ടും
30 വർഷം പഴക്കമുള്ളത് മാറിയെന്ന് വെച്ചാൽ 90% മാറിയ ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ 100% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസുലിൻ അവർ 55 യൂണിറ്റ് എടുത്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ 2 യൂണിറ്റേ എടുക്കുന്നുള്ളൂ. ഗുളിക 10 കഴിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ 1 ഗുളിക കഴിക്കുന്നുള്ളൂ. ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ 10 കൊല്ലത്തിന് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം. അത് അത്ര വലിയ പ്രയാസമുള്ള കാര്യവുമല്ല. ഈ അബാക് മീഡിയയിൽ ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മുടെ നേരത്തെ ഇന്റർവ്യൂ കണ്ടിട്ട് പ്രേക്ഷകരാരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? പിന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഈ ഡയബറ്റീസ് മാറുന്ന ഉള്ള ഒരു അറിവ് പുതിയതാണ്, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് അങ്ങനെയാണ്, ഡയബറ്റീസ് മാറാത്ത രോഗമാണ്. ഒരിക്കൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയുഷ്കാലം മുഴുവൻ മരുന്ന് എന്തെങ്കിലും കഴിക്കണം, പിന്നെ ഒരിക്കലും മധുരം കഴിക്കാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് പൊതുവേ ഉള്ള ധാരണ. പക്ഷേ അത് തെറ്റാണ്. നമുക്ക് ഡയബറ്റീസ് മാറ്റാൻ പറ്റും. ഓക്കെ, ഒരു സാധാരണക്കാരൻ്റെ ലൈഫ് സ്റ്റൈലിലേക്ക് മടങ്ങി വരാൻ പറ്റുമോ? ഡയബറ്റിക് മടങ്ങി വരാൻ പറ്റും സാധാരണ ലൈഫ് സ്റ്റൈലിലേക്ക്? പൂർണ്ണമായിട്ടും. ഓക്കെ, പൂർണ്ണമായിട്ടും നമുക്ക് മടങ്ങി വരാം. മടങ്ങി വന്നതിന് ശേഷം ഈ പറഞ്ഞതിലോട്ട് ഷുഗറോ മധുരമോ ഒക്കെ കഴിച്ചാലോ? ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഡയബറ്റീസ് മാറിയതാണല്ലോ. ഞാനിപ്പോൾ എല്ലാ മധുരവും കഴിക്കും, എത്ര സ്വീറ്റ്സ് കഴിക്കും. എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടികളെക്കാളും കൂടുതൽ സ്വീറ്റ്സ് കഴിക്കുന്നത് ഞാനാണ്. ഓക്കെ, എനിക്ക് ഡയബറ്റീസ് വരുന്നു. അങ്ങനെ എത്രാമത്തെ വയസ്സിൽ പൂർണ്ണമായിട്ട് ഹീലായേ? എനിക്ക് ഒരു 42 വയസ്സിലൊക്കെ പൂർണ്ണമായിട്ട് പോയി. ഇതൊരു സ്പിരിച്വൽ ഡിവൈൻ എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ അങ്ങയുടെ പ്രൊസീജിയറുകളിൽ? അല്ല, ഈ സ്പിരിച്വൽ ഡിവൈൻ, നമ്മളെല്ലാം ഡിവൈൻ ആണല്ലോ. അതെ. അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു സ്പിരിച്വൽ ഡിവൈൻ മെറ്റീരിയൽ അങ്ങനെ ഡിവിഷൻ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാം ഡിവൈൻ തന്നെയാണ്. ഒരു എനർജി നമ്മളിലൂടെ എല്ലാം ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു നേച്ചർ എന്ന് പറഞ്ഞ, പ്രകൃതി എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മളിലൂടെ ഒഴുകുന്നതും. അത് വായുവിൻ്റെ രൂപത്തിൽ നമ്മൾ മൂക്കിലേക്ക് വലിച്ചെടുക്കുന്നു, തിരിച്ചു പോകുന്നു. അത് സ്റ്റോപ്പായാൽ തീർന്നു. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ഓക്സിജനും നൈട്രജനും മാത്രമല്ല, അതിനകത്തൂടെ എന്തോ ഒരെണ്ണം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ജീവൻ കിട്ടുന്നത്. ഓക്കെ, അപ്പം അത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് ഇവിടെ നമ്മൾ നമ്മളുടെ കഴിവുകളെ, നമ്മുടെ ഇന്നേറ്റായിട്ടുള്ള നമ്മളുടെ ഇൻറ്റ്യൂഷൻസിനെ, നമ്മൾ ഇന്നത്തെ ടെക്നോളജിയൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതശൈലിയിലൂടെ നമ്മളതിനെ മറന്നുപോയി, നമുക്കത് നഷ്ടപ്പെട്ടു പോയി. അതിനെ വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ വരണം. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നരേന്ദ്രമോദിയൊക്കെ അദ്ദേഹമൊക്കെ പറയും, പണ്ടൊക്കെ ഒരു ദിവസം മാസത്തിൽ എത്ര ദിവസം, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അദ്ദേഹം വനത്തിൽ പോകും, ഒറ്റയ്ക്ക് വനത്തിൽ പോകും. എന്നിട്ട് ഒരു 7-8 ദിവസം ആ വനത്തിൽ ഒറ്റയ്ക്ക് കഴിയും. അത് പുള്ളിയുടെ ഒരു ശീലമായിരുന്നു പണ്ട്. അപ്പോൾ അതിൽ കൂടെ അദ്ദേഹത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ റിയൽ എന്തുവാണ്, നമ്മുടെ റിയൽ എസൻസ് എന്തുവാണ്, ഇത് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് നമ്മൾ നോക്കണം. നമ്മളെല്ലാം പുറത്തേക്കാണ് നോക്കുന്നത്. പുറത്തുള്ള ആൾക്കാർക്ക് എന്തൊക്കെ കുഴപ്പങ്ങൾ, പുറത്തു കാര്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, പുറത്തുള്ള ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സ് കലുഷിതമാണ്. നമ്മൾ ആളുകളെ എന്തോ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു, നമുക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ഒരു ചെറിയ പോസ് എടുക്കണം. വി ഹാവ് ടു സ്റ്റോപ്പ് അവർ സെൽഫ്, ലുക്ക് ഇൻ വേർഡ്സ്, എന്നിട്ട് നമുക്ക് നമ്മളെ കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനവും ഒരു ആനന്ദവും നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മൾ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഈ ജീവിതം സ്വർഗമാക്കാൻ മാറ്റാൻ പറ്റും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു അനുഭവം. ഓക്കെ, എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകർ നേരത്തെ അബാക് മീഡിയയിൽ കണ്ട് അങ്ങനെ വിളിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമൊക്കെ ഇപ്പോൾ നമ്മൾ മുൻ എപ്പിസോഡിൽ പറഞ്ഞ ആ ഒരു പ്രോഗ്രാം, സൈലൻറ്റ് റിട്രീറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർ വന്ന് പങ്കെടുക്കട്ടെ. അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.